ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. റീപ്രൊഡക്ഷൻ is essential reproduction is essential for living reproduction is essential for living organism in order to ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് keep the individual organism alive. രണ്ടാമത്തേത് fulfill their energy requirement. മൂന്നാമത്തേത് maintain growth. നാലാമത്തേത് continue the species generation after generation. ഇതിനകത്ത് ഏതാണ്? ലാസ്റ്റ് വൺ ആണ്. രണ്ടാമത്തെ ചോദ്യം, എ ഫീച്ചർ ഓഫ് റീപ്രൊഡക്ഷൻ that is common to amoeba, spirogyra and yeast are option തന്നോ? are that സാറേ ഇന്ന് ഞാൻ ക്ലാസ്സിന് കയറത്തില്ലേ? ഏതാടാ അവനെ? ഞാൻ ശ്രീഹരിയാ. മനസ്സിലായി. ഇന്ന് ബയോളജി ക്ലാസ്സിന് കയറത്തില്ല, ആശുപത്രി വരെ പോണമായിരുന്നു. ഓക്കെ. that are ഒന്നാമത്തേത് they reproduce asexually. രണ്ടാമത്തെ they are unicellular. മൂന്നാമത്തേത് they reproduce only sexually. നാലാമത്തേത് they are all multicellular. asexual. ഇതാണ് ആൻസർ. ഒന്നാമത്തേത് they reproduce asexually. സ്പൈറോഗൈറ യൂണിസെല്ലുലാർ ആണോ? വേണമെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രത്യേകത വേണമെങ്കിൽ എഴുതി വെച്ചോ. ഇവിടെ വേണമെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എഴുതി വെച്ചിട്ടേ, അസെക്ഷൽ ചിലപ്പോൾ ചോദിക്കും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ അതിൽ സിംഗിൾ പേരൻ്റ്. രണ്ടാമത്തേത് നോ ഗ്യാമേറ്റ് ഇൻവോൾവ്ഡ്. മൂന്നാമത്തേത് നോ വേരിയേഷന്. നാലാമത്തേത് നോ ഫെർട്ടിലൈസേഷൻ. അടുത്തത് ഓഫ്സ്പ്രിങ്സ്
ഫോംഡ് ആർ സിമിലർ. ഇത്ര ഒന്ന് എഴുതി വെച്ച് പഠിച്ചേക്കണേ. Offspring formed are similar. Offspring formed are similar. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The ability of a cell to divide into several cells during reproduction several cells during reproduction in plasmodium is called ഒന്നാമത്തേത് ബഡ്ഡിങ്, രണ്ടാമത്തേത് റിഡക്ഷൻ ഡിവിഷൻ, അടുത്തത് മൂന്നാമത്തേത് ബൈനറി ഫിഷൻ, നാലാമത്തേത് മൾട്ടിപ്പിൾ ഫിഷൻ. The ability of cell to divide into several cells during reproduction in plasmodium is called budding, reproduction, division, binary fission, multiple fission. ഇതിനകത്ത് ഏതാ? മൾട്ടിപ്പിൾ ഫിഷൻ ആണേ. അടുത്ത എം സി ക്യു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇൻ സ്പൈറോഗൈറ asexual reproduction takes place by ഒന്നാമത്തേത് ബ്രേക്കിംഗ് അപ്പ് ഓഫ് filaments into smaller bits. രണ്ടാമത്തേത് division of a cell into two cells. മൂന്നാമത്തേത് division of a cell into many cells. നാലാമത്തേത് formation of young cells from older cells. ഇതിനകത്ത് സ്പൈറോഗൈറയിൽ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കുന്നത്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞോ, ഫിലമെന്റ് ബ്രേക്ക് ഇൻറ്റു സ്മോൾ ബിറ്റ്സ്. ഇതായിരിക്കും അതിൻ്റെ ആൻസർ കേട്ടോ. ഫ്രാഗ്മെന്റേഷൻ ആണ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന അർത്ഥം വരുന്നൊരു ഇതാണ്. ഇതായിരിക്കും അതിൻ്റെ ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ for the rapid spread of bread mold on slices of a bread are ഒന്നാമത്തെ ഓപ്ഷൻ large number of spores, രണ്ടാമത്തേത് അവൈലബിലിറ്റി ഓഫ് മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻസ് ഇൻ ബ്രെഡ്, മൂന്നാമത്തേത് പ്രസൻസ് ഓഫ് ട്യൂബുലാർ ബ്രാഞ്ച്ഡ് ഹൈഫെ, നാലാമത്തെ ഓപ്ഷൻ ഫോർമേഷൻ ഓഫ് റൗണ്ട് ഷേപ്ഡ് സ്പൊറാഞ്ചിയ. ഓപ്ഷൻസ് ഇതൊന്നുമല്ല, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1 and 3, ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് 2 and 4, ഓപ്ഷൻ സി തന്നിരിക്കുന്നത് 1 and 2, ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് 3 and 4. ഇന്നത്തെ ഓപ്ഷൻ ഏതാണ്? ലാർജ് നമ്പർ ഓഫ് സ്പോർ എന്തായാലും ഉണ്ടാവും. അവൈലബിലിറ്റി ഓഫ് മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻ്റ് അത് എന്തായാലും ഉണ്ടാവും. പ്രസൻസ് ഓഫ് ട്യൂബുലർ അത് വേണ്ട. ഫോർമേഷൻ ഓഫ് റൗണ്ട് ഷേപ്ഡ് സ്പൊറാഞ്ചിയ അതൊന്നും വേണ്ട. ഇത് വേണ്ട. അപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണം, അതായത് 1 and 2, ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. 1 and 2. അടുത്ത അസർഷൻ റീസൺ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. അസർഷൻ തന്നിരിക്കുന്നത് DNA copying is necessary during reproduction. Reason: DNA copying leads to the transmission of characters from parents to offspring. ഏതായത് DNA കോപ്പിംഗ് ഈസ് നെസസറി ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ ആണോ? ആണല്ലോ, ശരിയാ. ഓക്കെ. അതേപോലെ DNA കോപ്പിംഗ് ലീഡ്സ് ടു ദി ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പേരൻസ് ടു ഓഫ്സ്പ്രിംഗ്, അതും ശരിയാ ഇല്ലേ? അതായത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇത് തന്നിരിക്കുന്നത്, ശരിയല്ലേ? അപ്പം എ ആൻഡ് ആർ എന്താണ്? ആർ ട്രൂ, ബട്ട് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എന്താണ്? ഓഫ് എ. എക്സ്പ്ലനേഷൻ ഒക്കെ കറക്റ്റായിട്ട് എഴുതണേ. എക്സ്പ്ലനേഷൻ NATAON.
പക്ഷെ നിങ്ങൾ റിസ്ക് എടുക്കണ്ട, എടുത്ത് എഴുതിക്കണം. ഇനി ഇച്ചിരി ഡിസ്ക്രിപ്റ്റീവ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്, നോക്കിയോളൂ. ചെറിയ ചെറിയ രീതിയിൽ. ന്യൂലി ഫോംഡ് DNA copies may not be identical at may not be identical at times. Give one reason. Newly formed DNA copies may not be identical at times. അതിൻ്റെ കാരണം എന്താ നോക്കിയാൽ എഴുതിക്കോ, അതിൻ്റെ ആൻസർ എഴുതിക്കോ. If there is an error in DNA copying or mutation, then newly formed DNA copies may not be identical at time. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദോസ് organisms called which bear both the sex organ in same individual? Give one example of such organism. എന്താ ഓർഗാനിസത്തിന്റെ പേര് പറയാനാണ് പറഞ്ഞത്. അത് അവരെ പറയുന്നത് എന്തുവാണെന്നാണ് പറയുന്നത്? ബൈസെക്ഷുവൽ. എക്സാമ്പിൾ എന്താ? ഹൈഡ്ര, എർത്തുവോം, ഹിബിസ്കസ്, മസ്റ്റാർഡ്. മതി. കടുക്. നീ ഒരു ഓർഗാനിസം ആണോ? ആണോ ചോദിച്ചു. ഓക്കെ, എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ലിസ്റ്റ് ഇൻ ടാബുലാർ ഫോം two difference between binary fission and multiple fission. ലിസ്റ്റിൻ്റെ ടു ഡിഫറൻസ് എഴുതാൻ പറയുന്നത്. എഴുതിക്കോ.
ഞാൻ ഇതായിട്ട് വരും. ടാബുലാർ കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ബൈനറി എന്ന് എഴുതി, ബൈനറി ഫിഷൻ എന്ന് എഴുതുക. അടുത്തത് എന്താണ്? മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് എഴുതുക. കോളത്തിനകത്താക്കി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എന്ത് ചെയ്യുക? ഒരു കോളം വരച്ചിട്ട് ഇങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, ഒരു അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഡിഫറൻസ് എഴുതിക്കൂ. ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് one organism into two similar identical organism. അടുത്തത് രണ്ടാമത്തേത്, ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് വൺ organism into multiple organism. രണ്ടാമത്തേത്, the nuclear അല്ല ന്യൂക്ലിയസ് എന്നായിരിക്കും. ന്യൂക്ലിയസ് first divides mitotically into two. അത് മിറ്റോസിസ് എന്ന് പഠിച്ചിട്ടില്ലേ? മിറ്റോസിസ് മിയോസിസ് നോക്കിയോ. അപ്പം മിറ്റോട്ടിക്കലി into two, followed by division of cytoplasm. ഇതിൻ്റെത് രണ്ടാമത്തേത്, the nucleus first divides repeatedly, producing many nuclei and many daughter cells are produced. വേണേ എക്സാമ്പിൾ ആയിട്ട് മൂന്നാമത്തെ ഡിഫറൻസ് ആയിരിക്കും ഇത് അമീബ, ഇത് പ്ലാസ്മോഡിയം. ഇവിടെ ഇത് അമിറ്റോട്ടിക്കലിയാണ്, മിറ്റോട്ടിക്കലി ഇല്ല, അമിറ്റോട്ടിക്കലിയാണ് കേട്ടോ. അതായത് വിത്തൗട്ട് ദ ഫോർമേഷൻ ഓഫ് ക്രോമസോംസ്, അതാണ് അമിറ്റോട്ടിക്കലി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അമിറ്റോട്ടിക്കലിയാണ്, മിറ്റോട്ടിക്കലി അല്ല. ഫോളോഡ് ബൈ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു ഡബിൾ സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ എ മെച്യൂർ Spirogyra filaments attains considerable length? What happens when a mature Spirogyra filaments attain considerable length?
ഇതെന്താ സംഭവിക്കുന്നത്? ഫ്രാഗ്മെന്റേഷൻ വഴി എന്ത് ചെയ്യും? റീപ്രൊഡക്ഷൻ നടക്കും. അതല്ലേ സംഭവിക്കുന്നത്? ആൻസർ എഴുതിക്കുക. ആൻസർ ഞാൻ പറഞ്ഞുതരാം. ആൻസർ എഴുതിക്കോ. സ്പൈറോഗൈറ reproduces asexually by fragmentation in this the body breaks up into two or more small pieces of fragments upon maturation. These fragments grow into new spirogyra. These fragments grow into new spirogyra. ഇത്ര എഴുതിയാൽ കേട്ടോ. അതിൻ്റെ സ്പൈറോഗൈറ അസെക്ഷലി ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴി. അതെന്ത് ചെയ്യും? വലിയൊരു ഫിലമെന്റ് ഒരു ലെങ്ത് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്തിട്ട് 2 or 3 ആവുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അത് സ്മോൾ പീസസ് ഫ്രാഗ്മെന്റ് ആയിട്ട് എന്നിട്ട് മെച്യൂർ ചെയ്യുമ്പോഴത്തേക്ക് എന്താ? ആ മെച്യൂർ ചെയ്തിട്ട് അത് പുതിയൊരു സ്പൈറോഗൈറ ആയിട്ട് മാറുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2 ക്വസ്റ്റിനും ഒരു ക്വസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത്. 2+1 3 മാർക്കാണ് ഇതിന്. അടുത്ത ക്വസ്റ്റ്യൻ, ബഡ്ഡിംഗ്, ഫ്രാഗ്മെന്റേഷൻ and regeneration. All are considered as asexual mode of reproduction. Why? The budding fragmentation ഏതെങ്കിലും ഒരു ഇത് എഴുതിയാൽ മതി. അസെക്ഷലിന്റെ ഏതെങ്കിലും ഒരു ഇത് എഴുതിയാൽ മതി. ഇത് എഴുതിക്കോ. അതായത് because these methods involve only one parent, അല്ലെങ്കിൽ ഓർഗാനിസം ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് മിറ്റോട്ടിക് ഡിവിഷൻ. ഇനി അതും അല്ലെങ്കിൽ എഴുതേണ്ടത് progeny are similar in their genetic makeup and no variation. And വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതിക്കുക. and progeny എന്ന് പറയുമ്പോൾ പുതിയ ഓർഗാനിസം. progeny are similar in their genetic makeup and no variation. ഇതിൻ്റെ സപ്പാർട്ടാണ്. ഇത് മൊത്തം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണേ. ഇതിൻ്റെ അടുത്ത, അതായത് ഇത് എ പാർട്ട്, അടുത്തത് ബി പാർട്ട് എന്ന് ചോദിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റീജനറേഷൻ. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. റീജനറേഷൻ ഇത് എടുത്തുകൊണ്ട് പോകാനില്ല, എന്നെ ഓർമ്മിപ്പിക്കണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. റീജനറേഷൻ ഇൻ പ്ലനേറിയ. അറിയാമോ വരയ്ക്കാൻ? അങ്ങനെയാണ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. വേണ്ട, ഇങ്ങനെ ഒരു പ്ലനേറിയ ഇങ്ങനെ വരയ്ക്കുക. മറ്റേ കുട്ടിച്ചാത്തനെ കൂട്ട് ഒരു പ്ലനേറിയ ഇങ്ങനെ വരയ്ക്കുക.
ഓക്കെ, കണ്ട് മൂക്കൊക്കെ വേണം വരയ്ക്കാൻ. ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും? ഇത് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ശ്രദ്ധിച്ചോണം. അടുത്ത സ്റ്റെപ്പിൽ എന്താവും? ഇത് 3 പാർട്ടായിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് തലയൊന്ന് ഇത്രയും കട്ട് ചെയ്തു, പിന്നെ ഉടലിൻ്റെ ഭാഗം കുറച്ച് കട്ടായി, പിന്നെ എന്താണ് അതിൻ്റെ വാലിൻ്റെ ഭാഗം ഒന്ന് കട്ടായി, ഇതായി. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അടുത്ത് ഇത് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഇത് പെതുക്കെ എന്ത് ചെയ്തു? പെതുക്കെ ഒരു ഇച്ചിരി ഇങ്ങോട്ട് എന്ത് ചെയ്തു? നീളം വെച്ചു. ഇതിനെന്ത് ചെയ്തു? ഇതും പെതുക്കെ എന്ത് ചെയ്തു? പെതുക്കെ ഇതിൻ്റെ ആ ഒരു ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വന്നു. ഇങ്ങനെ ഇതും പെതുക്കെ ഇങ്ങനെ. പിന്നെ എന്താണ് ഇതും എന്ത് ചെയ്തു? ഇതും എന്ത് സംഭവിച്ചു? ഇതും പെതുക്കെ എന്ത് ചെയ്തു? ഇതും പെതുക്കെ പുതിയൊരു ഇത് ഡെവലപ്പ് ആവുന്നതേ ഉള്ളൂ. പെതുക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരയ്ക്കുക? കംപ്ലീറ്റ് ഇതുപോലെ 3 എണ്ണം വരയ്ക്കുക. ഒന്ന്, ഇത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സാധനമാണ്. വരച്ചോ. 2, 3 ഇങ്ങനെ വരച്ചാൽ മതി. എക്സ്പ്ലെയിൻ പറഞ്ഞോ സാർ. ഇപ്പൊ ഇങ്ങനെ ഒന്ന് ക്വസ്റ്റ്യനകത്ത് ഹൈഡ്രയുടെ റീജൻ ചോദിച്ചാൽ എങ്ങനെ വരയ്ക്കാം? ഹൈഡ്രയുടെ റീജൻ വേർഷൻ ചോദിച്ചാൽ എങ്ങനെ വരയ്ക്കാം? അത് ഹൈഡ്രയുടെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ടല്ലോ സാർ. റീജനറേഷൻ ഇല്ലേ? ബഡിങ് ടെക്സ്റ്റ് ഉണ്ടോ? എനിക്ക് ഒരു സെക്കൻഡ് അവനെ ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റ് ഉണ്ടോ? ഇത് വരച്ചോ. അത് ബഡിങ് അല്ലേ മോനെ? റീജനറേഷൻ അല്ലല്ലോ അത്. സാർ അതൊന്ന് റീജനറേഷനെ കുറിച്ച് റീജനറേഷൻ എന്ന് പറയുമ്പോൾ അത് ബഡിങ് അതായത് അതേപോലെ ബഡ്സ് അതായത് ഇങ്ങനെ വരച്ചാൽ മതി. അതായത് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എന്താ ഇങ്ങനെ കുറെ മുടിനാര് പോലെ ഇങ്ങനെ. ഇത് ഇത്ര തിക്നെസ്സിലൊന്നും വരയ്ക്കണ്ട. ഇങ്ങനെ വരയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ താഴെ എവിടെയെങ്കിലും ചെറിയൊരു, ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ വരയ്ക്കുക. ഇത് ഒത്തിരി തിക്നെസ് ഒന്നും കൊടുക്കില്ല കേട്ടോ. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ചെറിയൊരു ബഡ് ഫോം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വല്ലതും ഒന്ന് വരയ്ക്കുക. എന്നിട്ട് അടുത്ത് ഇതിനകത്ത് എന്ത് വരയ്ക്കുക? ഇതിൻ്റെ ആൻസർ അല്ല കേട്ടോ, ഇത് ജസ്റ്റ് അഭിമന്യുവിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും വരച്ചെടുക്കാം. ഇതിങ്ങനെ വന്നിട്ട് അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ബഡ്ഡിങ് എങ്ങനെയാണെന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സാധനം, അതായത് ഇതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ തന്നെ നല്ലൊരു വൃത്തിക്ക് ഒരു സാധനം വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് കട്ടാവുമ്പോൾ പുതിയൊരെണ്ണം. മനസ്സിലായോ? ഇത്രയും വരച്ചാൽ മതി. ഈ 3 എണ്ണം വരച്ചാൽ മതി കേട്ടോ. അത് വേണു. ഓക്കെ, ഇനി ഇതിന്റെ ആൻസർ കൂടെ അവർ ചോദിച്ചില്ലേ? മറ്റേതും കൂടെ ചോദിച്ചിട്ടില്ലേ? എന്താ ചോദിച്ചിട്ടുള്ളത്? അതിന്റെ ആ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഓക്കെ എഴുതിക്കോ. അപ്പം ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് എഴുതിക്കോ. പ്ലാനേറിയ ക്യാൻ ബി കട്ട് into any number of pieces and each piece grows through specialized cell
into a complete organism. Complete organism. സാർ പറഞ്ഞോ. അല്ല ഒരു ഡയഗ്രാമിന്റെ ഒരു ഡൗട്ട്. ഈ ബോർഡ് എക്സാംസിന് നോർമലി ഇങ്ങനെ ഹാർട്ടിന്റെ ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ ചോദിച്ചു, ഒരു 3 വർഷമായിട്ട് ചോദിക്കാറില്ല. ഓക്കെ. പണ്ടൊക്കെ നേരത്തെ ഒക്കെ വരയ്ക്കാണ്, പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഇത് വന്നായിരുന്നല്ലോ, ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് ചോദിക്കണ്ട എന്നുള്ളത്. ICSEക്കും CBSEക്കും ഇല്ല ഡയഗ്രാം വരയ്ക്കാൻ, ചോദിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് അതുകൊണ്ട് ചോദിക്കാറുമില്ല. ഓക്കെ സർ. അതായത് ഇങ്ങനത്തെ സാധനം ഹാർട്ടിന്റെ ഒന്നും ചോദിക്കത്തില്ല, ഇതൊക്കെ ചോദിക്കും കേട്ടോ. പണ്ടൊക്കെ കിഡ്നിയുടെ, ഹാർട്ടിന്റെ, ലങ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് പഠിക്കാനില്ല. അത് സിലബസിനകത്ത് പ്രത്യേകം അവർ പറഞ്ഞായിരുന്നു ഒരു 3 വർഷം മുമ്പ്. അങ്ങനെ ചോദിക്കാറില്ല. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് പടം വരയ്ക്കാൻ, അങ്ങനെ ഹാർട്ടിന്റെ ഒന്നും പടം വരയ്ക്കാൻ ചോദിക്കാറില്ല. ഇങ്ങനെയുള്ള നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന നോർമൽ പടങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ സർ. ഓക്കെ ആണോ? എഴുതിയോ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്തൊരു MCQലോട്ട് തന്നെ വരികയാണ്. ഇൻ എ ഫ്ലവർ the part that produce male and female gametes. ഞാൻ മൊത്തം ഓപ്ഷൻ എഴുതുന്നില്ല, കാരണം ഓപ്ഷൻ എഴുതി പറയുന്ന സമയം കളയുന്നില്ല. ഞാൻ ഓപ്ഷൻ പറയാം. ഒന്ന് സ്റ്റേമൻ ആൻഡ് ആന്തർ, ഒന്ന് ഫിലമെന്റ് ആൻഡ് സ്റ്റിഗ്മ, ഒന്ന് ആന്തർ ആൻഡ് ഓവറി, ഒന്ന് സ്റ്റേമൻ ആൻഡ് സ്റ്റൈൽ. In flower the part that produce male and female gamete. ഒന്ന് സ്റ്റേമൻ ആൻഡ് ആന്തർ അല്ല. അടുത്തത് ഫിലമെന്റ് ആൻഡ് സ്റ്റിഗ്മ. ആണോ? അല്ല. ആന്തർ ആൻഡ് ഓവറി. ആന്തർ ആൻഡ് ഓവറിയാ കേട്ടോ. ആന്തർ ആൻഡ് ഓവറി. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is correct sequence? Which of the following is the correct sequence of events of sexual reproduction in a flower? അത് എഴുതിയ ഓപ്ഷൻ എഴുതിയാലേ പറ്റുള്ളൂ. പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ, സീഡിങ്, എംബ്രിയോ. രണ്ടാമത്തേത് ഓപ്ഷൻ സീഡിങ് അല്ല, സീഡ്ലിംഗ് ആണ്. സീഡ്ലിംഗ്, എംബ്രിയോ, ഫെർട്ടിലൈസേഷൻ, പോളിനേഷൻ.
അടുത്തത് പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ, എംബ്രിയോ, സീഡ്ലിംഗ്. അടുത്ത ഓപ്ഷൻ എംബ്രിയോ, സീഡ്ലിംഗ്, പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ. ഇതിനകത്ത് ഏതാ? സി. ആദ്യം പോളിനേഷൻ, പിന്നെ ഫെർട്ടിലൈസേഷൻ, പിന്നെ എംബ്രിയോ ഉണ്ടാകുന്നു, പിന്നെ സീഡ്ലിംഗ് ഉണ്ടാകുന്നു. ഇതാണ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ following statements are true for flowers? ഒന്നാമത്തേത്, flowers are always bisexual. രണ്ടാമത്തേത്, they are the sexual reproductive organs. 3, they are produced in all group of plants. ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു ഓപ്ഷൻ കൂടെ തരാം. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. നാലാമത്തേത്, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ they give rise to fruits. ഇത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ 1 and 4. രണ്ടാമത്തെ ഓപ്ഷൻ 2 and 3. മൂന്നാമത്തെ ഓപ്ഷൻ 1 and 3. നാലാമത്തെ ഓപ്ഷൻ 2 and 4. അതായത് they are the sexual, flowers are the bisexual അല്ല, they are the sexual reproduction, അത് വരാം. they are produced in all group of plant ഇല്ല. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ they give rise to fruits, അതും ശരിയാ. അപ്പം 2 and 4 ആണ് ശരി. രണ്ടത് 2 and 4. എഴുതിയോ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അസർഷൻ റീസൺ ആണ്. അസർഷൻ പറയുന്നത് an embryo is formed from fertilized egg. രണ്ടാമത്തേത് അവർ പറയുന്നത്
എ മോണോകോട്ട് embryo comprises embryonal axis with two cotyledons. എന്താ ഇത്? ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണോ? രണ്ടും ട്രൂ ആണോ? എ മോണോകോട്ട് എംബ്രിയോ കംപ്രൈസ് ഓഫ് എംബ്രിയോൺ ആൻഡ് ആക്സിസ് വിത്ത് ടു ട്രൂ. മോണോകോട്ടിനോ? ആദ്യത്തെ ശരിയാ എന്തായാലും. ആൻ എംബ്രിയോ ഈസ് ഫോംഡ് ഫ്രം ഫെർട്ടിലൈസ്ഡ് എഗ്, അത് ശരിയാണ്. മോണോകോട്ടിനകത്ത് രണ്ട്, ഇത് തെറ്റാണ് കേട്ടോ. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ് ആണ്. അയ്യോ ഇത് എ ബി അല്ല, ആർ ആണ്. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ് ആണ് കേട്ടോ. അതാണ് ആൻസർ കേട്ടോ. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. കാരണം മോണോകോട്ടിന് എത്രയേ ഉള്ളൂ? മോണോകോട്ട് എന്ന് പറയുമ്പോൾ അതായത് ഒരെണ്ണേ ഉള്ളൂ. ഡൈക്കോട്ടിനാണെങ്കിൽ എന്താണ്, എംബ്രിയോണൽ ആക്സിസിൽ രണ്ട് കോട്ടിലിഡൻ ഉണ്ടാവും കേട്ടോ. അത് വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ എഴുതണോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതണോ? അത് വേണ്ടല്ലോ. എഴുതണോ? ആർക്കെങ്കിലും എഴുതണോ? ഐശ്വര്യ എഴുതണോ? എഴുതിക്കോ. ഇത് ഇതങ്ങ് എഴുതിയെടുത്തു. സൈഗോട്ട് എ ഫെർട്ടിലൈസ്ഡ് egg give rise to an embryo which has the ability to develop into complete plant. A typical dicot embryo comprises an embryonal axis with two cotyledon. List two unisexual flower. Unisexual flower list ചെയ്യാൻ. വാട്ടർമെലോൺ, പപ്പായ ബെസ്റ്റ് രണ്ട് എക്സാമ്പിൾ. വാട്ടർമെലോൺ, പപ്പായ. ഏതാ ഇതിനകത്ത് ഫ്രൂട്ട് എങ്ങനെ ഉണ്ടാകുന്നത്? ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കോ. നമുക്ക് ഒരു ക്ലാസ് കൂടെ വേണം ഇതിനകത്ത് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ വേണ്ടി. പറ്റുമെങ്കിൽ നോക്കട്ടെ, നാളെ ഒരു ക്ലാസ് വെക്കാം. നിങ്ങളെല്ലാം ഓൺലൈൻ എന്തറിയാതെ ഇവിടെ വരുന്നത് കേട്ടോ. നോക്കട്ടെ, മാക്സിമം ട്രൈ ചെയ്യാം. നോക്കിക്കോളൂ. എന്നിട്ട് മറ്റന്നാൾ നമുക്ക് ഓവറോൾ ചെയ്യാൻ തുടങ്ങണം. സയൻസ് എല്ലാം ഓവറോൾ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. വൈ ഈസ് ഫെർട്ടിലൈസേഷൻ. Why is fertilization not possible without pollination? അതിന്റെ ആൻസർ എന്താ? നോക്കിയോ. അതായത് പോളിനേഷൻ allows pollen grain that produce
പ്രൊഡ്യൂസ് മാക്സിനുള്ള ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൊഡ്യൂസ് മെയിൽ ജേം സെൽ ടു റീച്ച് ദ കാർപ്പറ്റ് വിച്ച് contain the female germ cell germ cell egg. Thus fertilization, which involves fusion of male and female germ cell, gametes എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. germ cell can only occur after pollination. Occur after pollination. ഒരു 45 മിനിറ്റ്സ് ക്ലാസ് കൂടെ വേണം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ബാക്കിയൂടെ ചെയ്ത് തീർക്കാൻ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എല്ലാ ഭാഗവും ക്ലിയർ ആയി. അപ്പോൾ തൽക്കാലം ഇന്നിങ്ങനെ നിർത്താം. മാത്സ് എടുക്കാം.